ഹലോ, ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി റെസിപ്പി നോക്കിയാലോ? ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും ഇനി മടി പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കോട്ട് ബിരിയാണി റെസിപ്പിയാണിത്. ഒരു കുക്കറിൽ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം തട്ടിമറിച്ചിട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മുറി സവോളയാണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സവോളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സവോളയുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ആയ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലേവർ ചെയ്ത് നമ്മുടെ പുതിനയില, അതപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീരും 2 സ്പൂൺ തൈരും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ അളവൊക്കെ കുറഞ്ഞൊന്നിരിക്കും, കുഴപ്പമില്ല, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിനാവശ്യമായിട്ട് 4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തു. ഞാനിവിടെ അരി വേവിക്കുന്നത് പ്രഷർ ഇല്ലാണ്ടാണ്. ഇപ്പോഴത്തെ സൈഡിൽ ചിക്കൻ വേകുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു, ഇവിടെ സൗദിയിലെ ചിക്കനൊക്കെ മസാല കുറവാണ്. അതുകൊണ്ട് ഞങ്ങളുടേതായ രീതിയിൽ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് ഞങ്ങൾ കഴിക്കാറ്. കുറച്ച് കരിഞ്ഞു പോയി, കുഴപ്പമില്ല. ചിക്കൻ കരിഞ്ഞു പോയി എന്നുള്ള വിഷമത്തിൽ നിന്നപ്പോഴേക്കും അപ്പുറം ബിരിയാണി നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ടൊരു മുട്ടയും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ ബിരിയാണി റെഡി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.